ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്ക് നേരുക. സുവിശേഷത്തിൽ ഈശോ പലരെയും വിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ലേവിയെ വിളിക്കുന്ന രംഗം പലയിടങ്ങളിൽ നമുക്ക് കാണാം. എന്നാലും മർക്കോസ് സുവിശേഷകൻ പറയുന്നത് ഇപ്രകാരമാണ്. 2-ാമത്തെ അധ്യായത്തിൽ 13 മുതലുള്ള തിരുവചനങ്ങൾ. അതിൽ ഈശോ അവനോട് പറയുന്നത് ഇങ്ങനെയാണ്. അത് 14-ാമത്തെ വാക്യത്തിൻ്റെ അവസാനമാണ്. എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ക്ഷണവും അപ്പോൾ തന്നെ ഒരു ഉത്തരവാണ് പറയുക. ഈശോ അവനോട് പറയുന്നു, എന്നെ അനുഗമിക്കുക. സഡൻ റിപ്ലൈ, അവൻ എഴുന്നേറ്റ് ഈശോയെ അനുഗമിച്ചു. ദൈവത്തിൻ്റെ ഒരു വിളി വന്നപ്പോൾ, ദൈവത്തിൻ്റെ ഒരു ആഹ്വാനം വന്നപ്പോൾ ഒന്നും ചിന്തിക്കാതെ ലേവി മത്തായി എടുത്തിയാടി അനുസരിച്ചു. നീ ജീവിതത്തിലേക്കൊന്ന് നോക്കാവോ? നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ദൈവം പല രീതിയിൽ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ചിലപ്പോൾ ചില വ്യക്തികളിലൂടെയാകാം, ചിലപ്പോൾ നീ വായിക്കുന്ന ചില കാര്യങ്ങളിലൂടെ ആയിരിക്കും, നീ കേൾക്കുന്ന ചില കാര്യങ്ങളിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ നിൻ്റെ മനസ്സിൽ ചില തോന്നിപ്പുകളായിരിക്കാം. ദൈവം തരുന്ന പ്രചോദനങ്ങൾക്ക് ജീവൻ കൊടുക്കുവാൻ നീ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട്? ലേവി സഡൻ റിപ്ലൈ ആയിരുന്നു. നിൻ്റെ ജീവിതത്തിൻ്റെ കാര്യം എങ്ങനെയാണ്? പ്രിയ സഹോദര സഹോദരി, ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് വിലയിരുത്തണം. ദൈവത്തിൻ്റെ പ്രചോദനങ്ങൾക്ക് ജീവൻ കൊടുക്കുവാനായിട്ട് നിനക്ക് എപ്പോഴും സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചെന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവ്, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ ദിവസത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. ഈശോയെ, നിന്റെ നാമത്തിലെ ദിവസം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ പ്രചോദനങ്ങൾക്ക് എപ്പോഴും ജീവൻ നൽകുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണം. സകലവിധ നന്മകൾ കൊണ്ടും ഈ വ്യക്തിയും പ്രിയപ്പെട്ടവരെല്ലാം നിറയപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിന്റെ സർവ്വം നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവ്വം എല്ലാറ്റിനും, നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവ്വം എല്ലാ